പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. കാലികമായ വാർത്തകളുടെ കൃത്യതയുമായി ഇന്ത്യൻ വോയിസ് വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളുടെ സമഗ്ര വിശകലനവുമായി ഞാൻ സുനിൽ പെരുത്തുംപാറ. പ്രമുഖ ഫുട്ബോൾ ഇതിഹാസ താരം IM വിജയന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ കാലിൽ ചെരുപ്പ് ധരിച്ച സംഭവത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ജാതിപരമായ അധിക്ഷേപങ്ങൾ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. വിവാഹവേദിയിൽ നിലവിളക്കിന് സമീപം ചെരുപ്പിട്ട് നിന്നു എന്ന് ആരോപിച്ച് IM വിജയനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ കേരളത്തിലെ ദളിത് സംഘടനകളും പൊതുജനങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. IM വിജയനെ ജാതിപരമായി അധിക്ഷേപിച്ചതിനെതിരെ വിമർശനവുമായി ഡോക്ടർ TS ശ്യാംകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് വളരെ വ്യക്തമാക്കുന്നു. പാദരക്ഷകൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലെ സവർണ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് IM വിജയനെതിരായ ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ. ശബരിമലയിലെയും അയോധ്യയിലെയും സ്വർണം കവർന്നവരെ ആചാരത്തിന്റെ പേരിൽ വിമർശിക്കാത്തവരുടെ ചെറിയ അഭിഷേകം മലയാളികളുടെ ദുർഗന്ധം വമിക്കുന്ന ജാതി ബോധമാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണ ഭൗലോകത്തിൽ നിർമ്മിച്ച ആചാരങ്ങൾ പിന്തുടരാൻ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന അവർണ ബഹുജനങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ലെന്നും അതിന് തൽക്കാലം സൗകര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അഞ്ചരക്കണ്ടി ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ദീർഘകാലമായിട്ടും ഈ സംഭവത്തിൽ പ്രതികളാരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ അന്വേഷണം ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന നയമാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ പ്രതിഷേധത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഭരണമാറ്റമുണ്ടായിട്ടും, അതായത് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ടും നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ലെന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. കേസിൽ ഇതുവരെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഗൗരവതരമായ വീഴ്ചയാണെന്ന് ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ ഹർത്താലിന് ശേഷം തുടർ സമരങ്ങളിലേക്ക് നീങ്ങാനാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 28, 29 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 24 മണിക്കൂർ രാപ്പകൽ സമരം നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ KK സുരേഷ്, ജനറൽ കൺവീനർ സണ്ണി M കബിക്കാട്, സംഘടനാ കോർഡിനേറ്റർ AK സജീവ് എന്നിവർ അറിയിച്ചു. ബഹിരാകാശ ദൗത്യത്തിലേക്ക് ഒരു പടി കൂടി കടന്ന് ISROയുടെ നിർണായക പാരച്യൂട്ട് പരീക്ഷണം വിജയം കണ്ടു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വലിയൊരു മുന്നേറ്റമാണ് ISRO കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിന് കരുത്തേകാൻ സഹായിക്കുന്ന നിർണായകമായ പാരച്യൂട്ട് പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ബഹിരാകാശ സഞ്ചാരികളെയും വഹിച്ച് തിരിച്ചെത്തുന്ന ക്രൂ മൊഡ്യൂൾ സുരക്ഷിതമായി കടലിലോ ഭൂമിയിലോ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പാരച്യൂട്ട് സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമതയാണ് ഇതിലൂടെ പരിശോധിച്ചത്. ബഹിരാകാശത്തു നിന്നും അതിവേഗത്തിൽ വരുന്ന പേടകത്തിന്റെ വേഗത കുറച്ച് യാത്രികർക്ക് സുരക്ഷിതമായി തിരിച്ചിറങ്ങാൻ ഈ പാരച്യൂട്ടുകൾ സഹായിക്കുന്നു. ഇത്തരത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിലൂടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ഗഗൻയാൻ പദ്ധതി വിജയിക്കുന്നതോടെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കാൻ കഴിയുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. നാട്ടുവാർത്തകൾ. കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ 7ാം വാർഡിലെ എല്ലാ റോഡുകളും സഞ്ചാര യോഗ്യമല്ലാത്ത വിധം തകർന്നു. 10 വർഷത്തിലധികമായി ഈ റോഡുകളിൽ ഒന്നും തന്നെ ഒരു അറ്റകുറ്റപ്പണികളും അധികൃതർ ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ആഴമേറിയ കുഴികളും മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷമായ വെള്ളക്കെട്ടും കാരണം ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പലതവണ പരാതികൾ നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് ഭരണം മാറി പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടും അവരും ഈ ഭാഗത്തേക്ക് എത്തി നോക്കുന്നില്ല എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. നിങ്ങൾക്കും ഇന്ത്യൻ വോയിസ് വാർത്തകളിൽ പങ്കാളിയാകാം. നിങ്ങളുടെ നാട്ടിൻ പുറത്തെ വാർത്തകൾ നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോകളും ഇമേജുകളും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക.
ഇന്ത്യൻ ന്യൂസ് അവർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.